ഫുഡ് അലർജീൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട, പാല് അല്ലെങ്കിൽ സീ ഫുഡ്സ് ആയിട്ടുള്ള ചെമ്മീൻ, ക്രാബ്, ഞണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ മുഖത്തൊന്നാകെ തടിച്ചു പൊങ്ങി വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മേലൊന്നാകെ ഇങ്ങനെ തടിച്ചു പൊങ്ങിയിട്ട് വരിക, ചൊറിച്ചിലായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഛർദി അല്ലെങ്കിൽ നോസിയ. ചില ടൈമിൽ അത് ഭയങ്കര സിവിയർ ആയിട്ട് അനാഫിലാക്സിസ് എന്നുള്ള സിറ്റുവേഷൻ വരെ ശ്വാസത്തിന് ബുദ്ധിമുട്ട്, വീക്ക്നെസ് വരുന്ന മാതിരി, അല്ലെങ്കിൽ ഹൈപ്പോടെൻഷൻ വരുന്ന പോലെ വിത്ത് ഏർട്ടിക്കേരിയ, അതായത് മേലൊക്കെ തടിച്ചു പൊങ്ങി ചൊറിച്ചിലായിട്ട് വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ഫുഡ് കഴിച്ച് വിത്തിൻ 2 hours ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ആ ഒരു ഫുഡ്, അതായത് ഇപ്പോൾ പാല് കഴിച്ചിട്ട് ഇങ്ങനെ മേലൊക്കെ തടിച്ചു പൊങ്ങി വരിക, അല്ലെങ്കിൽ വീസിങ് ഉള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ട് വീസിങ് കൂടുക, അപ്പോൾ മോസ്റ്റ്ലി ആ ഒരു മിൽക്ക് എന്നുള്ളതായിരിക്കാം അതിൻ്റെ റീസൺ. അപ്പോൾ നമ്മുടെ ഈ ഹിസ്റ്ററി വെച്ചിട്ട് നമ്മുടെ അലർജീൻ്റെ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്, അതായത് പ്രിക് ടെസ്റ്റ് എന്താണോ ആ ഫുഡായിട്ട് തന്നെ അതിൻ്റെ ആൻറ്റിജൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനാണ് അലർജി എന്നുള്ളത്. അതായത് ഹിസ്റ്ററീനെ കോറിലേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം.